ഛത്തീസ്ഗഡ് പ്രശ്നം ഉയർത്തുന്ന വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ BJPയെ സംബന്ധിച്ച്, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചു. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയത്. 10 വർഷത്തിലേറെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. NIA കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ കുറ്റം ചുമത്തിയാണ് 2 കന്യാസ്ത്രീകളെ 9 ദിവസം ജയിലടച്ചത് എന്ന് മറന്നു പോകരുത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വലിയ പ്രതിഷേധം ഉയർന്നു. അപ്പോൾ സംസ്ഥാന BJP നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കാണുന്നു, കോൺഗ്രസ് MPമാർ അമിത്ഷായെ കാണുന്നു, LDFന്റെ MPമാർ അമിത്ഷായെ കാണുന്നു, ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറയുന്നു. എന്നിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർത്തു. ആ ജാമ്യത്തെ എതിർക്കുന്ന നിലപാട് തള്ളിയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വെറും സംശയത്തിൻ്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. സംശയത്തിൻ്റെ പേരിൽ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഛത്തീസ്ഗഡ് പോലീസിന്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ മൊഴി ഇതെല്ലാം കന്യാസ്ത്രീകൾക്ക് അനുകൂലവുമായിരുന്നു. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിട്ടയക്കാവുന്ന ഒരു സംഭവം, ഒരു കേസ് പോലും എടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സംഭവം. ആ സംഭവത്തിൽ കേസെടുത്ത് ജയിലിലടയ്ക്കുന്നു, വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നു, ദേശീയ തലത്തിൽ വാർത്തയാകുന്നു, പ്രധാനമന്ത്രി ഇടപെടുന്നു, അമിത്ഷാ ഇടപെടുന്നു. ഇങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറ്റി. അവസാനം BJPയുടെ സംസ്ഥാന ഘടകം ഇടപെട്ടതിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ക്രൈസ്തവ മത പുരോഹിതർ തന്നെ അത് ഏറ്റുപറയുന്നു. അമിത്ഷാ ഇടപെട്ടത് കൊണ്ടാണ്, പ്രധാനമന്ത്രി ഇടപെട്ടത് കൊണ്ടാണ്, കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്ന്. ഇവിടെ എന്തുകൊണ്ട് സംസ്ഥാന BJP നേതൃത്വം ഈ പ്രശ്നത്തിൽ ഇത്ര സജീവമായി ഇടപെട്ടു? നമ്മുടെ മുന്നിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും BJP ലക്ഷ്യമിടുന്ന 2 കോർപ്പറേഷനുകളാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ 2ാം സ്ഥാനത്താണ് BJP. എന്ത് വില കൊടുത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. എന്ന് വെച്ചാൽ ക്രൈസ്തവ വോട്ട് നല്ല പോലെ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് തുടരണം. ഇത് തുടരണമെങ്കിൽ, തിരുവനന്തപുരത്ത് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ, മറ്റ് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മേഖലകളിൽ BJPക്ക് സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ, ക്രൈസ്തവ വോട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നോളൂ. നിങ്ങൾ എന്ന് വെച്ചാൽ ക്രൈസ്തവ മതവിഭാഗമേ BJPയോടൊപ്പം നിന്നുകൊള്ളൂ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് ഛത്തീസ്ഗഡിലെ അനുഭവം. ആ അനുഭവം വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾക്ക്, ക്രൈസ്തവ സഭകൾക്ക് സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവ സഭകൾ BJPയെ സഹായിക്കണം. ഇത് ഇന്നും പറയുന്നതല്ല. നേരത്തെ തന്നെ ഇത്തരം ഭീഷണിയുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് മുകളിൽ. ക്രൈസ്തവ സഭയ്ക്ക് വിദേശ പണം വരുന്നുണ്ട്. ന്യായമായ വഴിയിലൂടെ തന്നെയാണ് പണം വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് പണം വരുന്നത്. അത് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്, നേരത്തെ തന്നെ തടഞ്ഞിരിക്കുകയാണ്. ആ പണം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ക്രൈസ്തവ സഭകൾ നിരന്തരം ഉയർത്തുന്നുണ്ട്. ആ സമയത്താണ് ക്രൈസ്തവ സഭകൾക്ക് വന്ന പണം എവിടെ നിന്ന് വന്നു എന്നൊരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു നേരത്തെ ക്രൈസ്തവ സഭകൾക്ക്. ആ പണം എന്തിനു ഉപയോഗിച്ചു? മതപരിവർത്തനത്തിനു വേണ്ടി ഉപയോഗിച്ചോ? ഇത്തരം ചർച്ചകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ BJP ശ്രമിച്ചിരുന്നു. ആ ശ്രമം എന്തിനാണ്? ക്രൈസ്തവ സഭയെ ഭയപ്പെടുത്താൻ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ BJPയോട് അടുക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയത്. ബിഷപ്പുമാർ BJPക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ നടത്തിയത്. BJP നേതാക്കൾ കേക്കും വൈനുമായി അരമനയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തത് ഈ ഭയത്തിൽ നിന്നാണ്. ആ ഭയത്തിന് മുകളിൽ വീണ്ടും ഒരു വാൾ തൂക്കിയിട്ടിരിക്കുകയാണ് BJP, ഡെമോക്രസിന്റെ വാൾ പോലെ. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നുകൊള്ളുക. കേരളത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിന്നില്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ഛത്തീസ്ഗഡ് സംഭവത്തിലൂടെ BJP നേതൃത്വം. അത് ആദ്യം അവർ ചെയ്തു.
അതിനുശേഷം സംസ്ഥാന BJP നേതാക്കൾ ഇടപെടുന്നു എന്ന് വരുത്തി തീർത്തു. അങ്ങനെ സംസ്ഥാന BJP നേതാക്കളുടെ ഇടപെടലും അതിൻ്റെ മുകളിൽ അമിത്ഷായുടെ ഇടപെടലും ഒക്കെ കൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്ന പ്രതീതി ജനിപ്പിക്കണം. അതിൽ BJP വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ബിഷപ്പ് പാമ്പ്ളാനിയുടെ പ്രസ്താവന. അതിൻ്റെ ഉദാഹരണമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാജി ചന്ദ്രശേഖരൻ്റെ വാഹനത്തിൽ കയറി കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് പോയത്. അതല്ലെങ്കിൽ മഠത്തിന് ഒരു വാഹനം തയ്യാറാക്കി കൊടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ MP-മാർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വാഹനം തയ്യാറാക്കാമായിരുന്നു. അതൊക്കെ വളരെ വളരെ ചെറിയ സംഭവമാണ്. എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ വാഹനത്തിൽ തന്നെ മഠത്തിലേക്ക് പോയത്. മഠത്തിൽ വെച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ ഉപാധ്യക്ഷനായ ഷോൺ ജോർജും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണിയും ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തത്. അതൊക്കെ വലിയ സന്ദേശമാണ് നൽകുന്നത്. മഠത്തിനകത്ത് ഞങ്ങളുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കതാ ഞങ്ങളോടൊപ്പം മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകൾ നിന്നു എന്ന് വിളിച്ചു പറയാൻ, ആ സന്ദേശം കൊടുക്കാൻ BJP സംസ്ഥാന ഘടകം ഇടപെട്ടതിനെ തുടർന്ന് മാത്രമാണ് ജാമ്യം കിട്ടിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രതിഷേധം, പാർലമെന്റിൽ ഉയർന്നു വന്ന പ്രതിഷേധം, കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം, ദേശീയ തലത്തിൽ വാർത്തയായത്, അതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. കാരണം ഈ പ്രശ്നം അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചത് കന്യാസ്ത്രീകൾക്ക് ഈ പ്രതിഷേധം ഉയർന്നു വന്നത് കൊണ്ട് മാത്രമാണ്. നേരത്തെ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധമൊന്നും അന്ന് ഉയർന്നു വന്നിരുന്നില്ല. ഉയർന്നു വന്നിരുന്നെങ്കിൽ അത്തരമൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഇത് മലയാളി കന്യാസ്ത്രീകളായതുകൊണ്ട് വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരികയും കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടൽ BJP നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ BJPയുടെ കൃത്യം രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ബിഷപ്പ് പാമ്പ്ളാനിയുടെ പ്രസ്താവനയും അതോടൊപ്പം തന്നെ മഠത്തിൽ BJP നേതാക്കൾക്ക്, ഛത്തീസ്ഗഡിലെ മഠത്തിൽ BJP നേതാക്കൾക്ക് ലഭിച്ച സ്വീകരണവും.